എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ +2 യോഗ്യതയുള്ളവർക്ക് സ്ഥിരജോലി അവസരമുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമാണ് വേക്കൻസി. തസ്തികയുടെ പേര് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D ആണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 15 ആണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട്. എക്സാം വരുന്നത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും. ഇതിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. 731 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. SC, ST, OBC, EWS, ESM, PWBD കാറ്റഗറിക്ക് റിസർവേഷനുണ്ട്. ഇനി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ, CBIC, സ്റ്റെനോ ഗ്രേഡ് C ആണ് വരുന്നത്. അതുപോലെ വിവിധ മന്ത്രാലയങ്ങളുടെ കീഴിലാണ് വേക്കൻസി വരുന്നത്. സ്റ്റെനോ D, സ്റ്റെനോ ഗ്രേഡ് C, ഗ്രേഡ് D എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഇനി പ്രായപരിധി നോക്കാം. സ്റ്റെനോ ഗ്രേഡ് C പോസ്റ്റുകളിൽ പ്രായപരിധി 18 മുതൽ 30 വരെയാണ്. സ്റ്റെനോ ഗ്രേഡ് B 18 മുതൽ 27 വരെ. ഇത് കൂടാതെ പ്രായത്തിൽ ഇളവുണ്ട്. SC, STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും PWBDക്കും എക്സ് സർവീസ് മെന്നും ഒക്കെ പ്രായത്തിൽ ഇളവുണ്ട്. ഈ പ്രായത്തിൽ ഇളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. SC, ST, OBC പോലുള്ള കാറ്റഗറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. +2 പാസ്സായിരിക്കണം. +2 ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി ഡിഗ്രി ഡിപ്ലോമയൊക്കെ ഉള്ളവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. സെലക്ഷന് മുമ്പ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ നേരിട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകേണ്ടതാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് SSCയുടെ വെബ്സൈറ്റിലാണ്. ഇതാണ് സൈറ്റ്, ssc.gov.in. ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 15 ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ് വരുന്നത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോർമാറ്റ് JPG ഓർ JPEG ആയിരിക്കണം. സൈസ് 10 to 20 KB ആകാൻ പാടുള്ളൂ. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. വുമൺ കാൻഡിഡേറ്റ്സിനും SC, ST കാറ്റഗറിക്കും PWBD, ESM കാറ്റഗറിക്കും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കി എല്ലാവരും 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉള്ളത് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലാണ് എക്സാം സെൻറ്റർ ഉള്ളത്. ഇനി എക്സാമിൻ്റെ സബ്ജക്ട്സ് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 2 hours ആയിരിക്കും ഡ്യൂറേഷൻ. സബ്ജക്റ്റ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്ക്, ജനറൽ അവയർനെസ് 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 മാർക്ക്. ഇങ്ങനെയാണ് എക്സാമിൻ്റെ സ്കീം വരുന്നത്. ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് സ്റ്റെനോഗ്രഫിയുടെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഹോൾ ടിക്കറ്റ്, അറ്റ്ലീസ്റ്റ് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID കാർഡിൻ്റെ ഒറിജിനലും കൂടി കൊണ്ടുപോകേണ്ടതാണ്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സ്കാൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോഴും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം, ID പ്രൂഫ് ഉണ്ടായിരിക്കണം. കൂടാതെ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ ഒറിജിനലും അതുപോലെ തന്നെ കോപ്പിയും ഉണ്ടായിരിക്കണം. +2 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, PWBD ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ ഓരോ സർട്ടിഫിക്കറ്റ്സും
സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള രീതി അതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്മോൾ ആയിട്ടോ കളറുള്ളതോ ടു ക്ലോസ് ആയിട്ടോ ഇൻവേഴ്സ് ആയിട്ടോ ഒന്നും പറ്റത്തില്ല. കറക്റ്റായിട്ട് ഇതുപോലെയാണ് നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതുപോലെ പല പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നിങ്ങൾ ഫോട്ടോ എടുക്കരുത്. ഡയറക്റ്റായിട്ട് നേരെ ഇതുപോലുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്, പെർമനൻറ്റ് ജോലിയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.